വെൽക്കം ടു എജുസ് അക്കാഡമി. അപ്പോൾ നമ്മൾ നോട്ട് സെറ്റിന്റെ അതായത് എയിംസ് നോട്ട് സെറ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് വരിക. അപ്പം എനിക്ക് അറിയില്ല, എല്ലാവർക്കും അറിയുമെന്നുള്ള കാര്യം അറിയില്ല. അതായത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെ നഴ്സിംഗ് പഠിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്നത്. അതായത് പലർക്കും പല ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇപ്പം ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 26ഓളം എയിംസ് ഉണ്ട്. അതിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു 20ഓളം എയിംസ് ഇപ്പം ഓൾ ഇന്ത്യ ബേസിൽ ഉണ്ട്. അപ്പൊ നമുക്കിപ്പം ആക്ച്വലി കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത എയിംസ് എന്ന് പറയുന്നത് നമ്മുടെ എയിംസ് ബിബിനഗർ, അതായത് അത് ഹൈദരാബാദിലാണ്. കൂടാതെ മംഗളഗിരി ആന്ധ്രയിലാണ്. പിന്നെ നമ്മുടെ മധുരയുണ്ട്. മധുരയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ അടുത്തുള്ള എയിംസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഏതൊരു എയിംസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് കണക്ടിവിറ്റി വളരെയധികം നല്ല രീതിയിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അതായത് ബൈ എയർ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ കണക്ടിവിറ്റി ഉള്ള എയിംസുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുക്കും ഉള്ളത്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ സാലറി ഓഫർ ചെയ്യുന്നത്, സാലറി മാത്രമല്ല അതോടൊപ്പം വളരെയധികം കൂടുതൽ ബെനിഫിറ്റ്സ്, സർവീസ് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു ഓർഗനൈസേഷനാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്നത്. കൂടാതെ അതായത് ശമ്പളം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അഗ്രിഗേറ്റ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരും. ഇനിയിപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു 8th പേ കമ്മീഷൻ ഉടനെ തന്നെ വരും. അതായത് ഒരു വളരെ അധികം കാലതാമസം ഇല്ലാതെ തന്നെ 8th പേ കമ്മീഷൻ വരുന്നുണ്ടാവും. സോ അതിൽ 8th പേ കമ്മീഷൻ വരുമ്പോൾ ഇതിലും കൂടുതൽ, അതായത് 1 ലക്ഷത്തിലും കൂടുതലായിരിക്കും നമ്മുടെ സാലറി. അതായത് ഇൻ ഹാൻഡിൽ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് സാലറി ലഭിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കളയരുത്. മാക്സിമം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക. ഈ സാലറിയുടെ കാര്യം മാത്രമല്ല, നമ്മളിപ്പം എയിംസിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ഒരു അസറ്റ് ആണല്ലേ, നമുക്കൊരു വില തരുന്ന ഒരു കാര്യമാണ് എയിംസിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത്. കൂടാതെ ഒരുപാട് ക്വാർട്ടേഴ്സ്, അതുപോലെ സർവീസ് ബെനിഫിറ്റ്സ്, പിന്നെ നമ്മുടെ LTC ലീവ് ട്രാവൽ കൺസെഷൻ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് വർഷത്തിൽ ഓരോ പ്രാവശ്യം വീട്ടിൽ വന്ന് പോകാനുള്ള ഫെയർ, അതായത് അതിന്റെ ട്രാവൽ എക്സ്പെൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ, നമ്മുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള ഫീസ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന അവസരം, ഈ അവസരം രണ്ടാമത് വീണ്ടും വരില്ല എന്ന് പറയും. ഈ അവസരം മാക്സിമം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക, വളരെ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ലഭിക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം. ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഇത് കമ്മ്യൂണിറ്റിയിൽ തന്നെ എപ്പിഡമിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പല തരത്തിൽ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: സ്റ്റഡി വാസ് കണ്ടക്ടഡ് ടു ഡിറ്റർമിൻ ദ പ്രിവാലൻസ് ഓഫ് ടൈഫോയിഡ് കേസസ് ആൻഡ് കാരിയേഴ്സ് status among individuals exposed to a common well in a village at a single point in time. What type of study design is represented here? അതായത് നമ്മൾ ടൈഫോയിഡിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ എന്താ സംഭവം പറയുന്നത്, ടൈഫോയിഡിന്റെ ട്രാൻസ്മിഷൻ, റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് ഫെക്കോറൽ റൂട്ട് ആണ്. അപ്പൊ ഇവിടെ എന്താ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു കോമൺ സോഴ്സ് പറയുന്നുണ്ട്. അതായത് ഒരു കോമൺ വെല്ലാണ്, ഒരു വില്ലേജിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കോമൺ വെല്ലാണ്. അവിടെ നിന്നായിരിക്കണം എല്ലാവർക്കും എന്താണ് ടൈഫോയിഡ് കിട്ടുക. അപ്പം ഇവിടെ ഒരു സ്റ്റഡി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. എന്താ സ്റ്റഡി പറയുന്നത്? ഈ പ്രിവാലൻസ് ഓഫ് ടൈഫോയിഡ് കേസസ് അല്ലെങ്കിൽ ടൈഫോയിഡ് കേസസിന്റെയും കാരിയേഴ്സിന്റെയും പ്രിവാലൻസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റഡിയാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക? അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൊഹോർട്ട് സ്റ്റഡി, ബി ക്രോസ് സെക്ഷണൽ സ്റ്റഡി, സി കേസ് കൺട്രോൾ സ്റ്റഡി, ഓപ്ഷൻ ഡി ഫീൽഡ് ട്രയൽ. അപ്പം ഈ തന്നിരിക്കുന്ന സ്റ്റഡി ഡിസൈൻസിൽ ഏതാണ് നമുക്ക് ഒരു പ്രിവാലൻസ് സ്റ്റഡി അല്ലെങ്കിൽ പ്രിവാലൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സ്റ്റഡി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഇതിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിത് ഡിസ്കസ് ചെയ്തുതരാം, ഞാനത് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് അതിന്റെ ശരിക്കുള്ള ആൻസറിലേക്ക് പോകാം. നിങ്ങളിപ്പം നിങ്ങളുടെ മനസ്സിലൊരു ആൻസർ ഉണ്ടാവില്ല, അത് ഒന്ന്
എന്താണ് ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാൻ നമുക്ക് അതിലേക്ക് വരാം. സോ ഫസ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി കേട്ടോ. ടൈപ്സ് ഓഫ് എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. 2 തരത്തിലുള്ള എപ്പിഡമിയോളജിക്കൽ സ്റ്റഡിയാണ് മെയിൻ ആയിട്ട് വരിക. എന്തൊക്കെയാണ്? ഒന്ന് ഒബ്സർവേഷണൽ സ്റ്റഡി, 2 എക്സ്പെരിമെന്റൽ സ്റ്റഡി അല്ലേ. അങ്ങനെ 2 സ്റ്റഡിയാണ് മെയിൻ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുന്നത്. അതില് ഒബ്സർവേഷണൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ പേര് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് നമ്മൾ ഓരോ ഫിനോമിനൽ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്താണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ഒബ്സർവേഷണൽ സ്റ്റഡി ഉണ്ട്. ഒന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി കേട്ടോ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. രണ്ടാമത്തേത് അനലിറ്റിക്കൽ സ്റ്റഡി. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസീസ് കണ്ടീഷൻ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു, അതായത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുക. ഇപ്പൊ സപ്പോസ് നേരത്തെ നമുക്ക് കോവിഡ് വന്നിരുന്നു അല്ല. കോവിഡ് വന്നപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലാണ് കോവിഡ് വരിക, അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്താണ്, അതിന്റെ സിംറ്റംസ് എന്താണ്, ഇൻക്യുബേഷൻ പീരീഡ് എന്താണ്, കമ്മ്യൂണിക്കബിലിറ്റി എന്താണ്. സോ ഈ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിക്ക് ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനോട് എക്സാംസിന് ചോദിക്കുന്നതാണ്. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അതായത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണ് എന്ന് അറിയോ? ഓർക്കുന്നുണ്ടോ? അതായത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ വരിക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അനലിറ്റിക്കൽ സ്റ്റഡി. അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, അവിടെ കുറച്ച് അനാലിസിസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ എന്തോ കണക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ അതാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. സോ അനലിറ്റിക്കൽ സ്റ്റഡി ഈ 4 തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് cohort study, 2 case control study, 3 cross sectional study, നാലാമത്തേത് ഇക്കോളജിക്കൽ സ്റ്റഡി. അങ്ങനെ 4 തരത്തിലുള്ള അനലിറ്റിക്കൽ സ്റ്റഡി നമുക്കുണ്ട്. സോ ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് ആണ്. അനലിറ്റിക്കൽ സ്റ്റഡിയുടെ അപ്പോൾ എന്തായിരിക്കും ഹൈപ്പോത്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് വരിക. എന്തായിരിക്കും? അതായത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ആണ് ഈ അനലിറ്റിക്കൽ സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇതിന് അണ്ടറിൽ വരുന്നത് കൊഹോർട്ട് സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി, ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആൻഡ് ഇക്കോളജിക്കൽ സ്റ്റഡി. നമ്മൾ ഇതിനെക്കുറിച്ച് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയും കേട്ടോ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, അനലിറ്റിക്കൽ സ്റ്റഡി, കൂടാതെ എക്സ്പെരിമെന്റൽ സ്റ്റഡി അല്ലേ. എക്സ്പെരിമെന്റൽ സ്റ്റഡി അങ്ങനെ 3 തരത്തിലുള്ള ഇതിപ്പം 3 തരത്തിലുള്ള എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. 2 അല്ല കേട്ടോ, 3 ആണ്. സോറി. അപ്പോൾ എക്സ്പെരിമെന്റൽ സ്റ്റഡി അല്ലേ. അപ്പൊ ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ വരുന്ന ഏതൊക്കെ ടൈപ്പാണ്? ഒന്ന് RCT അല്ലേ. RCT എന്ന് പറഞ്ഞാൽ അറിയാം, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അതും വളരെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ RCT, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. സെക്കൻഡ് പറയുന്നത് ഫീൽഡ് ട്രയൽ, മൂന്നാമത്തേത് കമ്മ്യൂണിറ്റി ട്രയൽ ആൻഡ് ക്ലിനിക്കൽ ട്രയൽ. സോ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ വരുന്നത്. അപ്പം എക്സ്പെരിമെന്റൽ സ്റ്റഡിയുടെ ഫംഗ്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, രണ്ടാമത് പറഞ്ഞു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, മൂന്നാമത്തെ ആക്ച്വലി കൺഫേമിംഗ് ദ ഹൈപ്പോത്തസിസ്. ഇമ്പോർട്ടന്റ് ആണ്. കൺഫേമിംഗ് ദ ഹൈപ്പോത്തസിസ് ആണ് എക്സ്പെരിമെന്റൽ സ്റ്റഡിയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. കൺഫേമിംഗ് ദ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസിനെ നമ്മൾ ആക്ച്വലി ഹൈപ്പോത്തസിസ് ജനറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി വെച്ചിട്ടാണ്. ആ ഹൈപ്പോത്തസിസിനെ കൺഫേം ചെയ്ത സ്റ്റഡി വെച്ചിട്ടാണ്, ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസിനെ കൺഫേം ചെയ്തത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡി ഉണ്ട് എന്ന് ഓർക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കേസ് കൺട്രോൾ സ്റ്റഡി. ഇതൊരു അനലിറ്റിക്കൽ സ്റ്റഡിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. കേസ് കൺട്രോൾ സ്റ്റഡി ഇതെന്താണ്? ഈ അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. കൂടാതെ ഇതൊരു റെട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. റെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണ്? ബാക്ക്വേർഡ്സ് ആണ്. അതായത് ഈ സ്റ്റഡി എന്താണ്? ഇത് പുറകിലേക്കാണ് പഠിക്കുക. അതായത് ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടാവും, അതായത് എന്താ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. സോ ആ അസുഖത്തിൽ നിന്ന് അതിന്റെ കാരണത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കോസിലേക്കാണ് ഇവിടെ സ്റ്റഡി പോവുക. അതിനെയാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്റ്റഡി എന്ന് പറയും. സോ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി ഏതാണ്? കേസ് കൺട്രോൾ സ്റ്റഡി ഒരു റെട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് അതിനെ റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ഫ്രം ഇഫക്റ്റ് ടു കോസ്. അതായത് ഓൾറെഡി അവിടെ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസീസ് ഉണ്ടായിട്ടുണ്ടാവും. സോ ആ ഡിസീസിൽ നിന്ന് പുറകിലേക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ രോഗിക്ക് അല്ലെങ്കിൽ ഈ പേഷ്യന്റിന് ഈ അസുഖം ഉണ്ടായത് എന്ന് പഠിക്കുന്ന സ്റ്റഡിയാണ് കേസ് കൺട്രോൾ സ്റ്റഡി. മനസ്സിലായല്ലോ? അതൊരു റെട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്. രണ്ടാമത്തേത്, ഇത് എങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നത്? ഇഫക്റ്റ് ടു കോസ്, അതായത് അസുഖത്തിൽ നിന്ന് അതിന്റെ കാരണത്തിലേക്കാണ് ഈ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി പോകുന്നത്. മൂന്നാമതായിട്ട് എന്താ പറയാ, ബോത്ത് എക്സ്പോഷർ ആൻഡ് ഔട്ട്കം occurs before starting the study. നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നതിന് മുന്നേ തന്നെ എന്താണ്, ഔട്ട്കം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഔട്ട്കം ഉണ്ടാവണമെങ്കിൽ അതിന്റെ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സോ ഇത് രണ്ടും ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഈ കേസ് കൺട്രോൾ സ്റ്റഡി നടത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സ്യൂട്ടബിൾ ടു ഐഡന്റിഫൈ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് റെയർ ഡിസീസ്. അതായത് വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ വളരെ റെയർ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങളെ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഡിസൈൻ ആണ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് കൊഹോർട്ട് സ്റ്റഡി കേട്ടോ. കൊഹോർട്ട് സ്റ്റഡി നമ്മൾ നേരത്തെ പഠിച്ചത് കേസ് കൺട്രോൾ സ്റ്റഡി ആയിരുന്നു, അത് ഒരു റെട്രോസ്പെക്റ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്റ്റഡി ആയിരുന്നു. ഇതെന്താണ്, കൊഹോർട്ട് സ്റ്റഡി. അതൊരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതൊരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്, അല്ലെങ്കിൽ അതൊരു ഇൻസിഡന്റ് സ്റ്റഡിയാണ്. എന്താണ് സംഭവം? അതായത് ഇവിടെ നിന്ന് കോസിൽ നിന്ന് ഇഫക്റ്റിലേക്ക് പോകുന്ന കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇഫക്റ്റ് കോസ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, കോസിൽ നിന്ന് ഇഫക്റ്റിലേക്ക് പോകുന്ന സ്റ്റഡിയാണ് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുക. അതായത് ഇപ്പം സ്മോക്കിംഗ് ആൻഡ് ലങ് ക്യാൻസർ എടുത്തു കഴിഞ്ഞാൽ ഒരു 100ഓളം സ്മോക്കേഴ്സിനെ എടുത്തിട്ട് ഇതിൽ എത്ര പേർക്ക് ഭാവിയിൽ ലങ് ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് എന്ത് പറയുന്നത്, കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുക. സോ സെലക്ടഡ് പ്രയോർ ടു ദ അപ്പിയറൻസ് ഓഫ് ഡിസീസ് കേട്ടോ. അപ്പിയറൻസ് ഓഫ് ഡിസീസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മളിപ്പം ഒരു ഡിസീസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ഡിസീസ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ സ്റ്റഡി തുടങ്ങിയിട്ടുണ്ടാവും, ഈ സ്റ്റഡിക്കുള്ള സാമ്പിൾസിനെ എടുത്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഹോർട്ട് സ്റ്റഡി എന്ന് പറയുക. സോ ഈ കൊഹോർട്ട് സ്റ്റഡിയിൽ നമ്മൾ ആക്ച്വലി ഇത് ഇമ്പോർട്ടന്റ് ആണ്, റിലേറ്റീവ് റിസ്ക് കൂടാതെ റിസ്ക് റേഷ്യോ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്തിനാണ്? ടു ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സ്മോക്കിംഗ് ലങ് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്നു. അപ്പം ഇത് എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ഈ സ്മോക്കിംഗ് ലങ് ക്യാൻസർ ഉണ്ടാകും എന്നുള്ളത് എത്രത്തോളം നമുക്ക് എന്താണ് പ്രൂവൺ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ കൊഹോർട്ട് സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഈ റിലേറ്റീവ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചോദിക്കാവേ, റിലേറ്റീവ് റിസ്ക് അല്ലെങ്കിൽ റിസ്ക് റേഷ്യോ ഒക്കെ ഏത് സ്റ്റഡിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊഹോർട്ട് സ്റ്റഡിയാണ്. മൂന്നാമതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി കേട്ടോ. ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അപ്പൊ ഈ ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്, ഒരു ക്രോസ് സെക്ഷൻ അല്ലേ? അതായത് ഒരു കാര്യത്തിന് നമ്മൾ നേരെ പകുതിയായിട്ട് മുറിക്കുന്നു, അതാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയുക അല്ലേ? അതായത് നമുക്ക് ഇപ്പൊ പോയിട്ട് ഒരു കാര്യം അറിയണ്ടേ, ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്ര പേർക്ക് ഡയബറ്റീസ് മെലൈറ്റിസ് ഉണ്ട് എന്ന് നമുക്ക് അറിയണം. സോ അതെന്താണ്, അതൊരു ക്രോസ് സെക്ഷണൽ സ്റ്റഡിയുടെ എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അനലൈസസ് ഡേറ്റ ഫ്രം എ പോപ്പുലേഷൻ അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈം. ഇമ്പോർട്ടന്റ് ആണ്, സിംഗിൾ പോയിന്റ് ഇൻ ടൈം. അതായത് ഇപ്പോ എനിക്ക് അറിയണം ഇവിടെ എത്ര പേർക്ക് ഡയബറ്റീസ് മെലൈറ്റിസ് ഉണ്ട്, അപ്പം ഇപ്പം അറിയണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രിവാലൻസ് സ്റ്റഡി. ഇതിന് വേറൊരു പേരുണ്ട്, എന്താണ് പ്രിവാലൻസ് സ്റ്റഡി. അതായത് എന്താണ് ഇപ്പം എത്ര പേർക്ക് അല്ലേ, അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, പ്രിവാലൻസ് സ്റ്റഡി എന്ന് പറയുക. ബിക്കോസ് ഇറ്റ് മെഷേഴ്സ് ബോത്ത് ദ എക്സ്പോഷർ ആൻഡ് ഔട്ട്കം സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് തന്നെയാണ് എക്സ്പോഷറും അതിന്റെ ഔട്ട്കവും ഒക്കെ സ്റ്റഡി ചെയ്യുന്നത്. എവിടെയാണ്, ക്രോസ് സെക്ഷണൽ സ്റ്റഡി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉണ്ടല്ലേ, അതായത് ടൈഫോയിഡ് ഒരു കോമൺവെൽത്ത് അവിടെ കേസസ് കാരിയേഴ്സിനെ ഒക്കെ നമുക്ക് എപ്പോ പഠിക്കണമെന്നാ പറഞ്ഞത്, സിംഗിൾ പോയിന്റ് ഓൺ ടൈം അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്തായിരുന്നു? സോ അതിന്റെ ആൻസർ ആക്ച്വലി വരിക ക്രോസ് സെക്ഷണൽ സ്റ്റഡി കേട്ടോ. അതിന്റെ ആൻസർ എന്താ വരിക, ക്രോസ് സെക്ഷണൽ സ്റ്റഡി ആണ് വരിക. കാരണം എന്താ, സ്റ്റഡി വാസ് കണ്ടക്ടഡ് ടു ഡിറ്റർമിൻ ദ പ്രിവാലൻസ് ഓഫ് ടൈഫോയിഡ് കേസസ് ആൻഡ് കാരിയേഴ്സ് carry status among individuals exposed to a common well in a village at a single point in time. രണ്ട് ഹിന്റ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത് അല്ലേ? എന്താണ്, ഒന്ന് പ്രിവാലൻസ് അസസ് ചെയ്യണം, രണ്ടാമത്തെ എന്താണ്, സിംഗിൾ പോയിന്റ് ഇൻ ടൈം. ഒറ്റ ടൈമിൽ നമുക്ക് എന്തറിയണം, എത്ര പേർക്കാണ് പ്രിവാലൻസ് അല്ലെങ്കിൽ എത്ര പേർക്കാണ് ടൈഫോയിഡ് ഉള്ളത് എന്ന് അറിയണം. സോ അതുകൊണ്ടാണ് ഈ സ്റ്റഡി എന്താണ്, ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്.
മനസ്സിലായല്ലോ? സോ ഇതിന്റെ ഫീച്ചേഴ്സും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ ഇത് സിംഗിൾ ടൈം പോയിന്റ് അനാലിസിസ് ആണ്. അതായത് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ ഇത് സ്റ്റഡി നടത്തുക. മെഷേഴ്സ് ഡിസീസ് പ്രിവാലൻസ്, അസുഖത്തിന്റെ പ്രിവാലൻസ്, അതായത് എത്ര പേർക്ക് അസുഖം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡി കൂടെ പഠിക്കുക. നോ കോസ് എഫക്ട് റിലേഷൻഷിപ്പ്, ഇവിടെ ആക്ച്വലി കോസ് കാരണവും ഇഫക്റ്റും അതായത് ഔട്ട്കവുമായിട്ട് ഒരു ബന്ധവുമില്ല. ക്വിക്ക് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്, അതായത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ വളരെ ചെലവ് വരുന്നില്ല, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. സോ ഇതാണ് ഈ ക്രോസ് സെക്ഷണൽ സ്റ്റഡിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ആക്ച്വലി കമ്മ്യൂണിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Which vaccine is not included in Mission Indradhanush program? കേട്ടോ, മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ പല സ്കീംസും കേട്ടോ, പല സ്കീംസും പല പ്രൊജക്ട്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആക്ച്വലി മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം ചോദിക്കാവുന്നതാണ്. എന്താണ് മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം? അതായത് വാക്സിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് നമ്മുടെ മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാം അല്ലെ. സോ ഇവിടെ ഈ ഇതിലെ മിഷൻ ഇന്ദ്രധനുഷ് പ്രോഗ്രാമില് വരാത്ത വാക്സിൻസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ DPT, ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ്, ഓപ്ഷൻ സി ന്യൂമോകോക്കൽ വാക്സിൻ, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. നിങ്ങളുടെ മനസ്സിൽ ഉത്തരണ്ടാവും, ഇരുന്നോട്ടെ. നമുക്ക് ജസ്റ്റ് അതിന്റെ ഈ മിഷൻ ഇന്ദ്രധനുഷിനെ കുറിച്ച് വളരെ ബ്രീഫ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ മിഷൻ ഇന്ദ്രധനുഷ് എന്നാണ് ലോഞ്ച് ചെയ്തത്? അത് ഞാൻ ഇനി പറയേണ്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് അറിയാല്ലേ, എന്നാണ് ഒരു ക്രിസ്തുമസ് ദിവസമാണ്. അതായത് ഡിസംബർ 25-നാണ് ഈ മിഷൻ ഇന്ദ്രധനുഷ് എന്ന പ്രോഗ്രാം റിലീസ് ആകുന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നത്. ഏതാ വർഷം? ഏതാ? 2014. ആദ്യം ഒരു 7 കളേഴ്സ് അല്ലെങ്കിൽ റെയിൻബോയുടെ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്ന പ്രോഗ്രാമാണ്, ഓർക്കുന്നുണ്ടല്ലോ. സോ ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ December 25th, 2014. 2014. ഇതിന്റെ എയിം എന്തായിരുന്നു? ടു അച്ചീവ് കോംപ്രിഹെൻസീവ് ഇമ്മ്യൂണൈസേഷൻ കവറേജ് ഫോർ ചിൽഡ്രൻ ആൻഡ് പ്രഗ്നന്റ് വിമൻ അക്രോസ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്, കൂടാതെ എല്ലാ പ്രഗ്നന്റ് വിമനും എന്താണ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ കവറേജ് അച്ചീവ് ചെയ്യണം എന്നുള്ള എയിമുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമാണ് മിഷൻ ഇന്ദ്രധനുഷ്. The mission seeks to protect against vaccine preventable disease. നമുക്ക് ഏകദേശം 12ഓളം വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ഉണ്ടല്ലേ. സോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള മിഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് എന്താ? മിഷൻ ഇന്ദ്രധനുഷ്. ആക്ച്വലി ഇപ്പോൾ റൺ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണ്? മിഷൻ ഇന്ദ്രധനുഷ് 5.0 അല്ലെ. മിഷൻ ഇന്ദ്രധനുഷ് 1.0, 2.0, പിന്നെ ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാം ആണ് മിഷൻ ഇന്ദ്രധനുഷ് 5.0. കവേഴ്സ് 12 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് ടു എൻഷുർ ഫുൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ 5 years ആൻഡ് പ്രഗ്നന്റ് വിമൻ. അതായത് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫുൾ വാക്സിനേഷൻ കവറേജ് കൊടുക്കുക, കൂടാതെ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമനിനും വാക്സിനേഷൻ കവറേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോഴും മിഷൻ ഇന്ദ്രധനുഷ് 5.0 പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇതിൽ ഏതൊക്കെ ഡിസീസസ് ആണ് കവർ ആകുന്നത്? നമ്മുടെ DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, കൂടാതെ പോളിയോ, മീസൽസ്, റുബല്ല, കൂടാതെ ട്യൂബർകുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, മെനിഞ്ചൈറ്റിസ്, അതായത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി കൊണ്ടുവരുന്ന മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ കോസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ആൻഡ് ബാക്ടീരിയ, പിന്നെ ജാപ്പനീസ് എൻകഫലൈറ്റിസ്, അത് പ്രത്യേകിച്ച് എൻഡമിക് ഏരിയസിൽ, അത് പ്രിവാലന്റ് ആയിട്ടുള്ള ഏരിയസിൽ, കൂടാതെ റോട്ട വൈറസ്, ഡയോറിയ. സോ ഇത്രയും ഡിസീസസ് ആണ് മിഷൻ ഇന്ദ്രധനുഷിന്റെ അണ്ടറിൽ കവർ ചെയ്യുന്ന ഡിസീസസ്. സോ ഈ മിഷൻ ഇന്ദ്രധനുഷ് 5.0യുടെ കീ ഫീച്ചേഴ്സ് എന്താണ്? സോ നമ്മള് ആൻസറിലേക്ക് വരാം, പക്ഷെ അതിന് മുന്നേ എന്താണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ റൺ ചെയ്യുന്നത് മിഷൻ ഇന്ദ്രധനുഷ് 5.0 ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണ്? ഒന്ന്, ഫോക്കസ് ഓൺ ഫുൾ ഇമ്മ്യൂണൈസേഷൻ കവറേജ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഫുൾ ഇമ്മ്യൂണൈസേഷൻ കവറേജ്. പിന്നെ ഈ 5.0 എന്താ ഫോക്കസ് ചെയ്യുന്നത്? സ്പെഷ്യൽ ഫോക്കസ് ഓൺ മീസൽസ്, റുബല്ല എലിമിനേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, അത് ഫോക്കസ് ചെയ്യുന്നത് മീസൽസ്, റുബല്ല എലിമിനേഷനിലാണ്. കൂടാതെ ഡിജിറ്റൽ ഇന്റഗ്രേഷൻ വിത്ത് യുവിൻ പ്ലാറ്റ്ഫോം, അതായത് ഡിജിറ്റലി നമ്മൾ എടുക്കുന്ന വാക്സിൻസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യണം. നമുക്ക് ഒരു കുഞ്ഞ് ഏതൊക്കെ വാക്സിനേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനി ഏതൊക്കെ ഡ്യൂ ഉണ്ട്, ഏതൊക്കെ വാക്സിൻസ് മിസ്ഡ് ആയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് യുവിൻ പ്ലാറ്റ്ഫോം. നമ്മുടെ കോവിഡ് വാക്സിൻ ആക്ച്വലി നമുക്കൊരു കോവിൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നല്ലേ. സോ അതുമായിട്ട് സാമ്യമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ
ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഈ യുവിൻ പ്ലാറ്റ്ഫോം. സോ ഇതിൽ എന്തായിരുന്നു ഡിജിറ്റലി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വാക്സിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വരുന്ന പ്ലാറ്റ്ഫോം ആണ് യുവിൻ പ്ലാറ്റ്ഫോം. ഇത് മിഷൻ ഇന്ദ്രധനുഷ് 5.0 ഒരു ഫീച്ചർ ആണ്. കൂടാതെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഡ്രോപ്പ് ഔട്ട് ആൻഡ് ലെഫ്റ്റ് ഔട്ട് ബെനിഫിഷ്യറീസ്. അതായത് ഇൻ കേസ് ആരെങ്കിലും വാക്സിൻസ് എടുത്തില്ല, വാക്സിൻസ് മിസ് ചെയ്തു, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രത്യേകം ഫോക്കസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ മിഷൻ ഇന്ദ്രധനുഷ് 5.0. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് വാക്സിൻ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, മിഷൻ ഇന്ദ്രധനുഷിന്റെ അണ്ടറിൽ വരാത്ത വാക്സിൻ ഏതായിരുന്നു? അപ്പൊ നമ്മളിവിടെ പറയാത്തത് വൈറ്റമിൻ എ അല്ലേ, വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് ആണ് നമ്മൾ പറയാത്തത്. വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് നമ്മൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കൊടുക്കുക? എപ്പോഴാണ്? അതായത് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുക്കുക എപ്പോഴാണ്? 9 മന്ത്സിലാണ് അല്ലെ, 9 മന്ത്സിലാണ് ഫസ്റ്റ് ഡോസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് 5 വയസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഓരോ 6 മാസവും നമ്മൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് അത് ഓറലി ആണ് കൊടുക്കുക, അത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ ഡോസേജ് ഇമ്പോർട്ടന്റ് ആണ്. 9 മന്ത്സിൽ നമ്മൾ 1 lakh IU ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് നമ്മൾ 9 മന്ത്സിൽ കൊടുക്കുക. അതായത് ഫസ്റ്റ് ഡോസ്. സെക്കൻഡ് ഡോസ് മുതൽ ഞാൻ പറഞ്ഞു 9 മന്ത്സ് കഴിഞ്ഞിട്ട് പിന്നെ എവറി 6 മന്ത്സിലാണ് നമ്മൾ ഓരോ ഡോസ് വെച്ചിട്ട് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കൊടുക്കുക. സോ സെക്കൻഡ് ഡോസ് മുതൽ ഇതിന്റെ ഡോസ് എത്ര വരിക? 2 lakhs അല്ലെ, 2 lakhs ഇന്റർനാഷണൽ യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക കുഞ്ഞിന് 5 വയസ്സാകുന്നത് വരെ. അപ്പൊ ടോട്ടലി ഒരു 9 പ്രാവശ്യം 9 ടൈംസ് നമ്മൾ കുഞ്ഞിന് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് കൊടുക്കണം. സോ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ മനസ്സിലായല്ലോ, നമ്മുടെ മിഷൻ ഇന്ദ്രധനുഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്. സോ കവർ ചെയ്യാത്ത വാക്സിൻ ഏതാണ്? വൈറ്റമിൻ എ. സോ നമുക്ക് ഇന്ന് ആക്ച്വലി നമ്മൾ ഇത്രയായിരുന്നു പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മുടെ നോർസെറ്റ് എക്സാം. ഇനിയിപ്പം അതിനെ പ്രിപ്പയർ ചെയ്യാൻ അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കട്ടെ. അതിന് നമ്മുടെ എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ക്രാഷ് ബാച്ച് നോർസെറ്റ് 8ന്റെ ക്രാഷ് ബാച്ച്, കൂടാതെ നോർസെറ്റ് 9 നമുക്ക് സെപ്റ്റംബറിൽ നമ്മുടെ നോർസെറ്റ് 9 എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചസും നമ്മുടെ എഡ്യൂക്കേഷൻ അക്കാദമിയിൽ റണ്ണിംഗ് ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ.